വാട്ടർ അതോറിറ്റി നടത്തിയിരുന്ന ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടത്തിയ 2015 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുണ്ടായിരുന്നത് 40 ചോദ്യങ്ങളായിരുന്നു. അതിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് 1 20 ചോദ്യങ്ങളും പാർട്ട് 2 ബാക്കി 20 ചോദ്യങ്ങളും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരുന്ന ഓർഡർ തന്നെയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 41ാമത്തെ ചോദ്യം, വീസ്റ്റൺ ബ്രിഡ്ജ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിഡ്ജാണ് വീസ്റ്റൺ ബ്രിഡ്ജ്. ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിർച്ചോഫ്സ് ലോ ആണ് ആൻസർ. ഓപ്ഷൻ ബി കിർച്ചോഫ് ലോ. ഓപ്ഷൻ ബി കിർച്ചോഫ് ലോ. കിർച്ചോഫ് ലോ ആണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ. ഓംസ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. കിർച്ചോഫ് ലോ ഓപ്ഷനിൽ കണ്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഓംസ് ലോ എഴുതാവുന്നതേ ഉള്ളൂ. കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോയും കറണ്ട് ലോയും ഏത് ചോദിച്ചാലും വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. 42 DC മെഷീൻസ് കൂടുതൽ വോൾട്ടേജിന് വേണ്ടി ഫോർ മോർ വോൾട്ടേജ് ഏത് ടൈപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്? DC മെഷീൻസ് ഫോർ മോർ വോൾട്ടേജ് ദ വൈൻഡിങ് യൂഷ്വലി യൂസ്ഡ് ഈസ്. അതാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, വേവ് വൈൻഡിങ് ആണ്. വേവ് വൈൻഡിങ്ങിൽ വോൾട്ടേജ് കൂടുതലെന്ന് മാത്രമല്ല, വേവ് വൈൻഡിങ്ങിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും. വേവ് വൈൻഡിങ്ങിൽ കറണ്ട് കുറവായിരിക്കും, വോൾട്ടേജ് കൂടുതലായിരിക്കും. ലാപ്പ് വൈൻഡിങ്ങിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ലാപ്പ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. വോൾട്ടേജ് കുറവും കറണ്ട് കൂടുതലുമായിരിക്കും ലാപ്പ് വൈൻഡിങ്ങിൽ. കറണ്ട് കൂടുതലായിരിക്കും ലാപ്പ് വൈൻഡിങ്ങിൽ. 43ാമത്തെ ചോദ്യം, ഓംസ് ലോയുടെ കർവ് എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. കർവ് റെപ്രസെൻറ്റിങ് ഓംസ് ലോ. കർവ് റെപ്രസെൻറ്റിങ് ഓംസ് ലോ. ലീനിയർ കർവായിരിക്കും ഓംസ് ലോയുടേത്. ലീനിയർ എന്നുള്ളതിന് പകരം സ്ട്രെയിറ്റ് ലൈൻ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വരിക. വോൾട്ടേജും കറണ്ടുമാണ് റിലേഷൻസിൽ വരിക. ലീനിയർ കർവായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ കർവായിരിക്കും. ലീനിയർ എന്നുള്ളതിന് പകരം സ്ട്രെയിറ്റ് ലൈൻ എന്ന് കണ്ടാലും ആ ഓപ്ഷൻ എഴുതിക്കോണം. ലൈൻ ഫങ്ഷൻ, ആ ഓപ്ഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഫങ്ഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, കർവ് എന്താണെന്ന്, ഏത് ഷേപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ലൈൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് ലീനിയർ എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തിയത്. അതിനുശേഷം ബാക്കിയുള്ള ഓപ്ഷൻസ് പാരബോള, ഹൈപ്പർബോള ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലിൻ്റെ റിലേഷനാണ് ഹൈപ്പർബോള, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പോൾ ലീനിയർ ആണ് ഓപ്ഷൻ സി. 44 ലെഡ് ആസിഡ് സെല്ലിൻ്റെ കപ്പാസിറ്റി എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ, ആംബിയർ അവർ. ലെഡ് ആസിഡ് സെല്ലെന്നല്ല, ഏത് ബാറ്ററിയുടെ ആണെങ്കിലും കപ്പാസിറ്റി ആംബിയർ അവറിലാണ് പറയുക. അപ്പോൾ ലെഡ് ആസിഡിന് സെല്ലിന് പകരം വേറൊരു ക്വസ്റ്റ്യനകത്ത് നിക്കൽ കാഡ്മിയം സെല്ലെന്ന് തന്നാലും ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, ആംബിയർ അവർ തന്നെയാണ്. ബാറ്ററി കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് ആംബിയർ അവർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 45. കറക്റ്റ് ഒരു ഇലക്ട്രിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല. 45 ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഇഗ്നീഷൻ കോയിൽ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഈസ് ഗിവൺ ടു. ഓപ്ഷൻ ഡി ആണ്, സ്പാർക്ക് പ്ലഗ് ആണ്. ഓപ്ഷൻ ഡി ആണ്, സ്പാർക്ക് പ്ലഗ്. ഓപ്ഷൻ ഡി സ്പാർക്ക് പ്ലഗ് ആണ് റൈറ്റ് ആൻസർ. 46 വെൻ ദ പവർ ഫാക്ടർ ഇസ് യൂണിറ്റി ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ്. ആ ക്വസ്റ്റ്യനകത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. പവർ ഫാക്ടർ യൂണിറ്റി ആകുമ്പോഴത്തേക്ക് ഫേസ് ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ കോസ് തീറ്റയാണ്. അപ്പം പവർ ഫാക്ടറിൻ്റെ വാല്യൂ 1 ആണ്. കോസ് തീറ്റ ഈക്വൽ ടു 1. കോസ് തീറ്റ 1 ആവണമെങ്കിൽ വാല്യൂ എന്തായിരിക്കും എന്നാൽ തീറ്റയുടെ വാല്യൂ. ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് ഫേസ് ആംഗിൾ എന്ന് വിളിക്കുക. കോസ് 0 ആണ്, 1 എന്നുള്ളത് നമുക്കറിയാം. അത് അനുസരിച്ചിട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കോസ് 0 ഇസ് ഈക്വൽ ടു 1. പവർ ഫാക്ടർ യൂണിറ്റി ആവുന്ന കേസിനെ UPF എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. UPF, യൂണിറ്റി പവർ ഫാക്ടർ എന്നുള്ള റെപ്രസെൻറ്റേഷനിൽ UPF എന്ന് നമ്മൾ പറയാറുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 47 വാട്ടർ ടർബൈൻ ഓൾട്ടർനേറ്റർ. വാട്ടർ ടർബൈനിൽ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്ററിൻ്റെ സ്പീഡ് ലോ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ.
അത് വാട്ടർ ടർബൈൻ എന്നുള്ളത് മാറി തെർമൽ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റർ ആണെങ്കിൽ സ്പീഡ് ഹൈ ആയിരിക്കും. വെരി ഹൈ അല്ല, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ, ഹൈ. അപ്പം കമ്പയർ ചെയ്യേണ്ടത് വാട്ടറും തെർമലുമായിട്ടാണ്. തെർമലിൽ സ്പീഡ് കൂടുതലും വാട്ടറിൽ സ്പീഡ് കുറവുമാണ്. ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് AC ജനറേറ്ററിൻ്റെ വേറെ പേരാണ്. AC ജനറേറ്റർ എന്നുള്ളതിൻ്റെ ഒറ്റ വാക്കാണ് ഓൾട്ടർനേറ്റർ. അതിൻ്റെ സ്പീഡിനെ പറ്റിയാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. 48 സ്പീഡ് ഓഫ് DC സീരീസ് മോട്ടർ ഈസ് ഡേഞ്ചറസ്ലി ഹൈ അറ്റ് നോ ലോഡ്. ലോഡ് ഇല്ലാത്ത കേസുകളിൽ സ്പീഡ് കൂടാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്പീഡുമായിട്ടുള്ള റിലേഷൻ, സ്പീഡും ഫ്ലക്സുമായിട്ടുള്ള റിലേഷൻ n is inversely proportional to phi. ഫ്ലക്സ് n is inversely proportional to phi. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ n is proportional to EB by phi എന്ന ബാക്ക് EMF by ഫ്ലക്സ്. ബാക്ക് EMFൻ്റെ കാര്യം അവർ ചോദിച്ചിട്ടില്ല. ബാക്ക് EMF ഹൈ ആയാലും സ്പീഡ് ഹൈ ആവാം, പക്ഷേ ലോഡ് ഇല്ലാത്ത സമയത്ത് ഫ്ലക്സ് കുറവായിരിക്കും. അതാണ് കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. നോ ലോഡിൽ ബാക്ക് EMF ഹൈ അല്ല, അതുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റായി പോയത്. ഓപ്ഷൻ സി ആണ് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ആൻസർ. 48 ആൻസർ സി. 49ാമത്തെ ചോദ്യം പ്യുവർലി ഇലക്ട്രിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല അത്. വിച്ച് കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ലൈൻ അലോങ് കർവ്ഡ് എഡ്ജസ്. കർവ്ഡ് എഡ്ജസിൽ ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ജെനി കാലിപ്പർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ ദിസ് ഇസ് നോട്ട് ദ റീസൺ ഫോർ നോ ലൈറ്റ് ഫ്രം ദ ബൾബ് ഇൻ ആൻ ഓട്ടോമൊബൈൽ ലൈറ്റിംഗ് സിസ്റ്റം. കുറച്ചും കൂടെ ഓട്ടോമൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓവർ ചാർജ്ഡ് ബാറ്ററിയാണ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ കാരണം, ഓവർ ചാർജ്ഡ് ബാറ്ററി. ഓപ്ഷൻ എ. 51ാമത്തെ ചോദ്യം ഇഫ് എ കോൺട്രാക്ടർ ഈസ് ഇൻ ദ ഓപ്പൺ പൊസിഷൻ ദ ആർമേച്ചർ ഈസ് അറ്റ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ കോർ ആൻഡ് ദ ഇമ്പിഡൻസ് ഓഫ് ദ കോയിൽ ഈസ്. ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ഇമ്പിഡൻസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പിഡൻസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കൂടും എന്നുള്ള കാര്യം ഓർത്താൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റെസിസ്റ്റൻസും ഡിസ്റ്റൻസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ്. ആ കാര്യം ഓർത്താൽ ഇമ്പിഡൻസിനെ പറ്റിയും ജനറലായിട്ട് അത് പറയാൻ പറ്റും. ഓപ്ഷൻ സി ആണ്, ഹൈ ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതുകൊണ്ടാണ്, കോറിൽ നിന്നുള്ള ദൂരം കൂടുന്നത് കൊണ്ടാണ് ഇമ്പിഡൻസ് ഹൈ ആയിട്ട് തോന്നുന്നത്. അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടി വരുന്നുണ്ട്. 52 ഫോർ എ ഗിവൺ VA റേറ്റിംഗ്. VA എന്ന് പറയുന്നത് ടോട്ടൽ പവറിൻ്റെ യൂണിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം, വോൾട്ട് ആംപിയർ. For a given VA rating, cross-section area of core will be less for which of the following metal? ഏതിനാണ് ക്രോസ് സെക്ഷണൽ ഏരിയ കുറവെന്നാണ്. ഹൈ അലോയ് ഷീറ്റിനാണ് ക്രോസ് സെക്ഷണൽ ഏരിയ കുറവ്. ഫോർ ദ ഗിവൺ VA റേറ്റിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനിൻ്റെ സൈസും കുറയ്ക്കാൻ പറ്റും. പവർ റേറ്റിംഗ് മാറ്റാതെ ക്രോസ് സെക്ഷണൽ ഏരിയയെ പറ്റി അവർ ചോദിച്ചിരിക്കുന്നത്. ഈ 4 മെറ്റീരിയലിലും വെച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഹൈ അലോയ് ഷീറ്റാണ്. ഹൈ അലോയ് ഷീറ്റിന് കുറച്ചും കൂടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ബാക്കിയുള്ളവരെക്കാട്ടിയും ബെറ്റർ ആയിരിക്കും. 52 ഓപ്ഷൻ ബി ആണ് ആൻസർ. 53ാമത്തെ ചോദ്യം അതും കറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യം അല്ല. 53 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ എച്ചിങ്. കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രോപ്പർലി ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടൊരു കാര്യമല്ല അത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 54 ആൻ AC or DC ഇലക്ട്രിക് മോട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു ഓട്ടോമാറ്റിക്കലി. ACയോ DCയോ ആയ ആ മോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. ആ മോട്ടർ സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യാനാണ് ഉപയോഗിക്കുക. ഓപ്ഷൻ എ ആണ്, സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യാനാണ് ഉപയോഗിക്കുക. റിലീസ് ദ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആക്ഷനാണ്. ആ ഇലക്ട്രിക് മോട്ടറിന് കിട്ടുന്ന ACയോ DCയോ സപ്ലൈ ആണ് കിട്ടുന്നതെങ്കിൽ സ്പ്രിങ് ചാർജ് ആവുക ചെയ്യുന്നത്. സപ്ലൈ ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ ഇൻപുട്ടാണ് കിട്ടുന്നത്, അപ്പോൾ സ്പ്രിങ് ചാർജ് ആവുക ചെയ്യുക, ഡിസ്ചാർജ് അല്ല. സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് ഈ സ്പ്രിങ്ങിനോ ACയോ DCയോ മോട്ടറിനോ ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല, അത് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും.
സ്പ്രിങ്ങിന് സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ചുരുങ്ങത്തേ ഉള്ളൂ, അപ്പോൾ റിലീസ് ദ സ്പ്രിങ്ങും അല്ല. അങ്ങനെ ഓപ്ഷൻ ബിയും നമുക്ക് തെറ്റാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55. എയർ പൊല്യൂഷൻ ഈസ് ലീസ്റ്റ്. ഇതൊരു ഇലക്ട്രിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാതാണ്, നമുക്ക് ജനറലി ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ബാക്കി 3 എണ്ണത്തിലും എയർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ബേണിങ് നടക്കുന്നുണ്ട്. സോളാർ സെല്ലിൽ ഓപ്ഷൻ സിയിൽ മാത്രം യാതൊരു തരത്തിലുള്ള ബേണിങ്ങോ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഒരു എമിഷന് നടക്കുന്നില്ല. അതുകൊണ്ട് 55ൻ്റെ ആൻസർ ഓപ്ഷൻ സി. ജസ്റ്റ് ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാവുന്നേ ഉള്ളൂ ഏതാണ് ആൻസർ എന്നുള്ളത്. 56. ഇഫ് എ ന്യൂ വെഹിക്കിൾ ഈസ് ഫൗണ്ട് ദാറ്റ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് എർത്തഡ്. കുറച്ചും കൂടെ ഓട്ടോമൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ യൂസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എ സിയുടെ യൂസിനെയാണ്. നെഗറ്റീവ് ടെർമിനൽ ഇൻഡിക്കേറ്റ് എ സി ജനറേറ്ററിൻ്റെ യൂസിനെയാണ് നെഗറ്റീവ് ടെർമിനൽ എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനൽ എർത്ത് ചെയ്താലേ ഗ്രൗണ്ട് പാത്ത് കംപ്ലീറ്റ് ആവുള്ളൂ. എ സി ജനറേറ്ററിൻ്റെ യൂസിനെ ആയിരിക്കും അത് സിഗ്നിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57ാമത്തെ ചോദ്യം. 57ാമത്തെ ചോദ്യം സ്വീപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. സ്വീപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ്. സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് ആ ഫാനിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന്, മോട്ടറിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ബ്ലേഡ് ഡിസ്റ്റൻസിൻ്റെ ഇരട്ടിയായിരിക്കും. ആ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ 2D ആയിരിക്കും. എന്തുമാത്രം എയറിനെ അത് അവിടുന്ന് നീക്കി കളയുന്നു എന്നുള്ളതിൻ്റെ അളവാണ് സ്വീപ്പ് എന്ന് നമ്മൾ വിളിക്കുക. ദ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ഇറ്റ് ക്യാൻ സർക്കുലേറ്റ്. അത്ര ഏരിയയിലുള്ള എയറിനെ അത് സ്വീപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തൂത്ത് കളയുവാണ്. ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം തൂത്ത് കളയുവാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്തുമാത്രം എയറിനെ അവിടുന്ന് അത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സ്വീപ്പിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 58. ഇലക്ട്രിക്കൽ ആക്സസറീസ് ദ യൂസ് ഓഫ് സിൽവർ എവിടെയാണ് യൂസ് ചെയ്യാവുന്നത്? ഏരിയ ഏറ്റവും കുറവായിട്ടുള്ള സ്ഥലത്ത് വേണം സിൽവറിനെ യൂസ് ചെയ്യാൻ. കോണ്ടാക്ട് പോയിൻറ്റ്സിനാണ് ഏറ്റവും ഏരിയ കുറവ്. സിൽവർ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റലാണെന്ന് നിങ്ങൾക്കറിയാം. സ്വിച്ച് ടെർമിനലിലോ ലാമ്പ് ടെർമിനലിലോ വയറിലോ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏരിയ വേണ്ടി വരും. സിൽവർ നല്ല കണ്ടക്ടർ ആയതുകൊണ്ടാണ് കോണ്ടാക്റ്റ് പോയിൻറ്റ്സിലെങ്കിലും സിൽവറിനെ ഉപയോഗിക്കുന്നത്. ഏറ്റവും കണ്ടക്ടിവിറ്റി അത്യാവശ്യമായിട്ട് വേണ്ടത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള പോയിൻറ്റുകളിലാണ്. സിൽവർ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മെറ്റൽസിനെ നോക്കുവാണെങ്കിൽ ബെസ്റ്റ് കണ്ടക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്ന മെറ്റലാണ്. അതുകൊണ്ടാണ് സിൽവറിനെ പ്രിഫർ ചെയ്യുന്നത്. കോണ്ടാക്റ്റ് പോയിൻറ്റ്സിലേക്ക് സിൽവറിനെ പ്രിഫർ ചെയ്യുന്നത്. വയർ പോലെ ഒരുപാട് ഏരിയ കൂടിയ സ്ഥലത്ത് സിൽവറിനെ ഉപയോഗിക്കാനും പറ്റില്ല, കാരണം സിൽവർ കോസ്റ്റ്ലിയാണ്. 59. ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇസ് ക്ലാസിഫൈഡ് ആസ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ ഡി ആണ് ടാൻജൻറ്റ് ഗാൽവിനോമീറ്റർ. റെയിലീക്സ് കറണ്ട് ബാലൻസ്. റെയിലീക്സ് കറണ്ട് ബാലൻസ് അതും എക്സാമ്പിളാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സിന്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് PSC കൂടുതലും ടാൻജൻറ്റ് ഗാൽവനോമീറ്ററിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ മാറ്റി പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ റെയിലീക്സ് കറണ്ട് ബാലൻസും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഓപ്ഷനിൽ നമ്മളെന്തായാലും ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ തിരക്കി നടക്കും, പക്ഷേ റെയിലീക്സ് കറണ്ട് ബാലൻസും കൂടെ ഓർത്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. 60ാമത്തെ ചോദ്യം ഈ സെക്ഷനിലെ പാർട്ട് 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേറ്റിംഗ് ഓഫ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റർ. പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് എന്തിലാണ് പറയുവാന്നാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റിയാക്റ്റീവ് പവർ KVAR എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റാണ്. പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ചെയ്യുന്നത് സിസ്റ്റത്തിലോട്ട് റിയാക്റ്റീവ് പവർ ഇഞ്ചെക്റ്റ് ചെയ്യുവാണ്. എന്തുമാത്രം റിയാക്റ്റീവ് പവർ സിസ്റ്റത്തിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് അതിൻ്റെ KVAR റേറ്റിംഗ് അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡാ. ആ കാര്യം ഓർത്തിട്ട് കൺഫ്യൂഷൻ ആവരുത്. മൈക്രോ ഫാരഡും കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ഓപ്ഷൻ എയും ബിയും കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. പക്ഷേ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് നമ്മൾ പറയുക റിയാക്റ്റീവ് പവറിലാണ്. KVAR എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.